ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ്. ഹോണ്ട ആക്റ്റീവ 60 വണ്ടി നമ്മൾ വർക്കിന് കയറ്റിയിട്ടുണ്ട്. ജനറൽ സർവീസ് ആയിട്ടാണ് കയറ്റിയാണ്. നമുക്കിപ്പോൾ വർക്ക് ചെയ്യാനായിട്ട് കയറ്റിയാണ് കിലോമീറ്ററിന് 50,095. ഓൾറെഡി മീറ്റർ വർക്കിംഗ് അല്ല, അതിൻ്റെ കേബിൾ പൊട്ടി കിടക്കുകയാണ്. അപ്പോൾ അത് നമ്മളെ കൂട്ടത്തിൽ റെഡിയാക്കണം. പിന്നെ അതേപോലെ തന്നെ മീറ്ററിൻ്റെ ഉള്ളിൽ തന്നെ ബൾബ്, അതിൻ്റെ നൈറ്റ് ഓടുമ്പോൾ നമുക്ക് അതിൻ്റെ ഡിസ്പ്ലേ ഒക്കെ കാണാൻ വേണ്ടിയിട്ട് ഒരു ബൾബ് തന്നെ ഉണ്ട്. അപ്പോൾ ഒരു സൈഡ് ബൾബ് പോയേക്കാണ്. അപ്പോൾ അത് നമുക്ക് മാറ്റിയിടണം. പിന്നെ അതേപോലെ നമുക്കതിൻ്റെ ബാക്കിലത്തെ ബ്രേക്കിൻ്റെ ഭാഗം കൂടി നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് ജോബ് കാർഡിൽ പറഞ്ഞേക്കുന്നത് എഞ്ചിൻ ഓയിൽ മാറ്റണം, അതേപോലെ ജനറൽ സർവീസ്, വാട്ടർ സർവീസ്, മൈലേജിൻ്റെ കംപ്ലയിൻറ്റ് പറഞ്ഞിട്ടുണ്ട്. പിന്നെ എഞ്ചിൻ സൗണ്ട് വ്യത്യാസം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വണ്ടി ഓടിച്ചു നോക്കുമ്പോൾ നമുക്കൊരു കംപ്ലയിൻ്റ് എന്ന് പറയാവുന്ന സൗണ്ട് വ്യത്യാസമൊന്നും എഞ്ചിൻ്റെ ഭാഗത്തുനിന്ന് കാണുന്നുണ്ടായില്ല. നമ്മൾ ഓടിച്ചു വർക്കിന് കയറ്റി നമുക്ക് അതിൻ്റെ ബാക്കിലത്തെ ബ്രേക്കിൻ്റെ ഭാഗമൊക്കെ ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചിട്ടുണ്ട്. ബ്രേക്ക് ലൈനർ നമുക്ക് കിടക്കുന്നത് കമ്പനി ലൈനറാണ്, ഹോണ്ടയുടെ ഒറിജിനൽ ലൈനറാണ്. അത്യാവശ്യം ഉപയോഗിക്കാനുണ്ട്, പുതിയ ലൈനറാണ്, വലിയ പഴക്കമായിട്ടില്ല. അപ്പോൾ ബ്രേക്കിൻ്റെ ക്യാമൊക്കെ അഴിച്ചൊന്ന് ഗ്രീസ് ചെയ്തിടാം. ക്യാമൊക്കെ ചെറിയ ടൈറ്റ് കാണിച്ച് തുടങ്ങിയിട്ട് അപ്പോൾ ക്യാമൊന്ന് അഴിച്ച് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്യാം. അതേപോലെ ബാക്ക് വീൽ പിടിപ്പിക്കുന്നത് ഈ ഒരു ഷാഫ്റ്റും വേണം. അതിൻ്റെ ബെയറിങ്ങിൻ്റെ പ്ലേ നമ്മൾ ചെക്ക് ചെയ്തിരുന്നു. നിലവിൽ ഇപ്പോഴത്തെ സ്റ്റേജിൽ കംപ്ലയിൻ്റ് ഒന്നുമില്ല. പിന്നെ ബാക്ക് ടയർ ഈ പറഞ്ഞ പോലെ അത്യാവശ്യം ഉപയോഗിക്കാനൊക്കെ ഉണ്ട്. അപ്പോൾ കട്ട കൂടുതലുള്ള മുകളിൽ ടയറാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ വണ്ടി ഓടുന്ന സമയത്ത് നമുക്കൊരു മൂളിച്ച് സൗണ്ടൊക്കെ വരുന്നുണ്ട്. അത് ടയർ റോഡുമായിട്ട് തന്നെ ഏർപ്പെടുത്തത്തിൻ്റെ ഒരു മൂളിച്ചാണ്. അതല്ലാണ്ട് വേറെ കംപ്ലയിൻ്റ് നമുക്ക് ബാക്കിൽ തോന്നിയൊന്നുമില്ല. ഹബിൻ്റെ ഭാഗത്ത് വേറെ പറയത്തക്ക കംപ്ലയിൻ്റ് ഇല്ല കേട്ടോ. പിന്നെ അതേപോലെ നമ്മൾ അതിൻ്റെ ഗിയർ ബോക്സിൻ്റെ ഭാഗത്ത് ഓയിൽ ചെക്ക് ചെയ്തു. ഗിയർ ഓയിൽ നല്ല ഓയിലാണ്. ഇവിടെ ചെറിയൊരു ഓയിലിൻ്റെ നനവുണ്ട്. ഗിയർ ഓയിലിൻ്റെ ലീക്കേജിൻ്റെ ഒരു ആരംഭമാണത്. പ്രത്യേകിച്ച് ഇപ്പോൾ നമുക്കൊന്നും ചെയ്യണ്ട, കാരണം അതിനുള്ള പ്രോബ്ലം ആയിട്ടില്ല. പിന്നെ അത് കൂടാതെ നമുക്ക് അതിൻ്റെ ക്ലച്ചിൻ്റെ ഭാഗവും നമ്മൾ ഗ്രീസിങ്ങിനൊക്കെ ആയിട്ട് അയച്ചാണ്. അപ്പോൾ ക്ലച്ചിൻ്റെ ഭാഗത്ത് നോക്കുമ്പോൾ ക്ലച്ചിനകത്തും ഓയിൽ ലീക്കാണ് കേട്ടോ. ഇവിടുത്തെ ഉറങ്ങി പോയിട്ട് ഓയിൽ ലീക്കായിട്ട് താഴേക്ക് ഇറങ്ങിയാണ് കാണുന്നത്. ഈ കവറുമൊക്കെ കാണുമ്പോൾ അറിയാം, ഇതിൻ്റെയൊക്കെ അടിയുടെ ഓയിലാണെങ്കിൽ വന്നേക്കണം കേട്ടോ. അപ്പോൾ ഈ സൈഡിലൊക്കെ ഉണ്ട്. അപ്പോൾ അത് നമ്മളൊന്ന് അഴിച്ച് മാറ്റി അതിൻ്റെ ഓയിൽ ഓറിങ്ങും മാറ്റിയതിന് ശേഷം ഒന്ന് ക്ലീൻ ചെയ്ത് റീസെറ്റ് ആക്കാം. പിന്നെ നമ്മളതിൻ്റെ ബെൽറ്റ് നോക്കി. ബെൽറ്റ് ഓൾറെഡി വണ്ടി വന്നപ്പോഴുള്ള ബെൽറ്റാണ്, നല്ല ബെൽറ്റാണ്. അത് അത്യാവശ്യം ലൈഫ് കിട്ടുന്ന മോഡലാണ് കിടക്കുന്നത്. അപ്പോൾ വണ്ടിയും വന്നപ്പോഴുള്ള ബെൽറ്റാണ് കിടക്കുന്നത്, നല്ല ബെൽറ്റാണ് കേട്ടോ. പിന്നെ ക്ലച്ച് വീലൊക്കെ നമ്മൾ അഴിച്ച് ചെക്ക് ചെയ്യുന്ന സമയത്ത് ഈ വീലൊക്കെ ഓൾറെഡി തേമാനം നല്ല രീതിയിൽ കാണിച്ചിട്ടുണ്ട്. കാരണം എന്ന് വെച്ചാൽ അതിൻ്റെ ഉള്ളിൽ തുരുമ്പ് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ കാണാം കേട്ടോ. അപ്പോൾ നമ്മൾ ഫുള്ളായിട്ട് അഴിച്ച് ക്ലീൻ ചെയ്തിടുന്നുണ്ട്, ഗ്രീസ് ചെയ്യുന്നുണ്ട്. വീല് തൽക്കാലം നമുക്ക് ഇതൊക്കെ തന്നെ യൂസ് ചെയ്യാം. അതിൻ്റെ ഈ റോളർ പിന്ന് കാര്യങ്ങളൊക്കെ ഒന്ന് മാറ്റി റീസെറ്റ് ചെയ്യാം. പിന്നെ ക്ലച്ചിനകത്തേക്ക് വരുമ്പോഴത്തേക്കും ക്ലച്ച് ഔട്ടറിനകത്ത് ചെറിയ സ്ക്രാച്ചസ് വന്നിട്ടുണ്ട്. അപ്പോൾ തൽക്കാലം നമുക്കത് ക്ലീൻ ചെയ്ത് ഉരച്ച് ക്ലീനാക്കി റീസെറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു ജെർക്കിങ് ഒക്കെ ക്ലച്ച് സൈഡിൽ നിന്നുണ്ട്. പിന്നെ ക്ലച്ചിനകത്ത് തന്നെ ഈ ബുഷ് നമുക്കൊന്ന് മാറ്റിയിടണം. ഇത് അത്യാവശ്യം നല്ല രീതിയിൽ ഓവലായിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയ സൗണ്ട് വ്യത്യാസം ക്ലച്ച് സൈഡിലുണ്ടാവും. അതല്ലാണ്ട് നമുക്കൊരു കംപ്ലയിൻറ്റ് എന്ന് പറയാവുന്ന രീതിയിലൊന്നും തോന്നിയിട്ടില്ല കേട്ടോ. ഈ റോളറിൻ്റെ തേമാനങ്ങളൊരു സൈഡ് തിരിഞ്ഞ് തേമാനമുണ്ട്, പക്ഷേ പൊട്ടുള്ള കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ അത് തന്നെ യൂസ് ചെയ്യാം. ഈ പ്ലാസ്റ്റിക്കിൻ്റെ ബുഷ് മാത്രം ഒന്ന് മാറ്റിയിടാം. ബാക്കിയത്തെ ക്ലച്ച് ഗ്രീസ് ചെയ്യാം. പിന്നെ അതിൻ്റെ ഉള്ളിൽ തന്നെ ഈ പിന്ന് റോളറുകൾ, അത് ഏകദേശം ഒരു 100 താഴെ നമുക്ക് അതിന് കോസ്റ്റ് വരുന്നുണ്ട്, അതും മാറ്റിയിടാം കേട്ടോ. പിന്നെ എഞ്ചിൻ ഓയിൽ മാറുന്നുണ്ട്. പിന്നെ എഞ്ചിൻ ഹെഡിൻ്റെ ഭാഗം നമ്മൾ ചെക്ക് ചെയ്ത് വേറെ ലീക്കേജ് ഒന്നുമില്ല. ആക്സിലേറ്ററിൻ്റെ കേബിൾ ചെക്ക് ചെയ്തു, അത്യാവശ്യം പ്ലേ ഉണ്ട്, കംപ്ലയിൻ്റ് കാര്യങ്ങളൊന്നുമില്ല കേട്ടോ. പിന്നെ മൈലേജ് ഷോട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ എയർ ഫിൽറ്ററും പ്ലഗ് നമുക്കൊന്ന് മാറ്റിയിടേണ്ടതായിട്ട് വരും കേട്ടോ. മൈലേജിൻ്റെ കംപ്ലയിൻറ്റ് പ്രത്യേകം പറഞ്ഞതാണ്. അത്യാവശ്യം പൊടി കാര്യങ്ങളൊക്കെ ഉണ്ട്. കാര്യമായിട്ടുള്ള ബ്ലോക്ക് എന്ന് പറയാനില്ല, പക്ഷേ മൈലേജ് ഷോർട്ടാണെന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും B6 മോഡലിൽ നമുക്ക് അങ്ങനെ മൈലേജ് കുറയാൻ കാരണമായിട്ടുള്ള ഭാഗങ്ങൾ ക്ലിയർ ചെയ്ത് വിടാനുള്ളൂ. നമുക്ക് ഈ ടയറിൻ്റെ പ്രഷർ അടക്കാം. അതേ ടയർ പ്രഷർ കുറഞ്ഞാൽ പോലും മൈലേജിനൊക്കെ ബാധിക്കും. അപ്പോൾ അതൊക്കെ റെഡിയാക്കുക. എയർ ഫിൽറ്റർ പ്ലഗിൻ്റെ ഭാഗങ്ങൾ റെഡിയാക്കുക. പിന്നെ ഇതേപോലെ തന്നെ എവിടെയെങ്കിലും ഈ പറഞ്ഞ രീതിയിൽ കൂടെ ഗ്രീസ് ഇല്ലാതെ ടൈറ്റോ ഫ്രിക്ഷനോ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് റെഡിയാക്കുക. അതൊക്കെയാണ് മെയിനായിട്ട് അതിനകത്ത് വരുന്നത് കേട്ടോ. അപ്പോൾ മൈലേജ് നഷ്ടപ്പെടാനുള്ള കാരണങ്ങളൊക്കെ നമുക്ക് ഒഴിവാക്കാം. ഇതിൻ്റെ എന്ന് വെച്ചാൽ പ്രോഗ്രാമിങ് ചെയ്യുന്ന മോഡലായതുകൊണ്ട് തന്നെ മൈലേജ് കുറയണമെങ്കിലും കൂടുന്നതും നമ്മളുടെ ഉപയോഗത്തിനനുസരിച്ചിട്ടാണ്. പിന്നെ ഇതിൻ്റെ ആണെങ്കിൽ മീറ്റർ ഓൾറെഡി വർക്കിംഗ് അല്ല, സ്പീഡ് കാണിക്കുന്നില്ല. അപ്പോൾ ഞാൻ ചെക്ക് ചെയ്യുമ്പോൾ എൻ്റെ മീറ്റർ കേബിൾ പൊട്ടി കിടക്കുകയാണ്. അപ്പോൾ അതും നമുക്ക് കൂട്ടത്തിക്കളൊന്ന് റെഡിയാക്കാം. എന്നാലാണ് നമുക്ക് കറക്റ്റ് എത്ര മൈലേജ് ഉണ്ടെന്നുള്ളത് ഓടിച്ച് ചെക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അത് റെഡിയാക്കിയിടാം. അപ്പോൾ കേബിളും അതിൻ്റെ ഉള്ളിൽ തന്നെ ക്രൗണും പിന്നിലും മാറ്റിക്കഴിഞ്ഞാൽ മീറ്ററിൻ്റെ വർക്കിംഗ് ആയിരിക്കും. പിന്നെ ഞാൻ ഈ പറഞ്ഞ പോലെ അതിൻ്റെ ഉള്ളിൽ തന്നെ ഒരു ബൾബ്, ഒരു സൈഡ് ബൾബ് തെളിയുള്ള, അപ്പോൾ അതും കൂടി കൂട്ടത്തിക്കളെ ചെയ്തിടാം കേട്ടോ. പിന്നെ ഫ്രണ്ടിലത്തെ വീല് നമ്മൾ അഴിക്കും. അതിൻ്റെ ബ്രേക്ക് ക്യാമൊക്കെ ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്യും. ഇപ്പോൾ ബാക്ക് വീൽ അഴിച്ചാണ്, അതിന് ശേഷം അതും കൂടി അഴിച്ച് ഫ്രണ്ട് കൂടി അഴിച്ചിട്ട് നമ്മളത് ക്ലിയർ ചെയ്ത് വിടും കേട്ടോ. പിന്നെ ഫ്രണ്ട് ടയർ അത്യാവശ്യം ഉപയോഗിക്കാറുണ്ട്. ഫ്രണ്ട് ടയറിൻ്റെയും തേമാനത്തിൽ ചെറിയൊരു വേരിയേഷനൊക്കെ ഉണ്ട്. ചിലടൊക്കെ വെട്ടി തേയണ പോലത്തെ രീതിയിലേക്കൊക്കെ ആയി തുടങ്ങിയിട്ടുണ്ട്. അത് ടയറിൻ്റെ പ്രോബ്ലം കൊണ്ട് വരാം. സാധാരണ പിന്നെ ഷോക്ക് കംപ്ലയിൻ്റ് ഉണ്ടെങ്കിലാണ്. അപ്പോൾ ഇതിൻ്റെ ഷോക്ക് നമ്മൾ ചെക്ക് ചെയ്തു, ആക്ഷനൊക്കെ ഓക്കെയാണ്. ഓയിൽ ലീക്ക് കാര്യങ്ങളൊന്നും പ്രത്യക്ഷത്തിലില്ല. പിന്നെ ട്യൂബ്ലെസ് ടയറാണ് നമുക്ക് വന്നത്. പക്ഷേ ഈ രണ്ടിനും ട്യൂബ് ഇട്ടാണ് നിറച്ചേക്കണം കേട്ടോ. ശരിക്കും ട്യൂബ്ലെസ് ടയറിൻ്റെ ഗുണം ട്യൂബ് ഇട്ടാൽ കിട്ടില്ല. അതിപ്പോൾ ഉള്ളിൽ തുരുമ്പോ കാര്യങ്ങളോ അല്ലെങ്കിൽ സൈഡ് പഞ്ചറൊക്കെ ആയിട്ടായിരിക്കും ട്യൂബ് ഇട്ടേക്കണേ. എപ്പോഴും നമുക്ക് നല്ലത് ട്യൂബ്ലെസ് ടയർ തന്നെയാണ്.
ഇതിനെ മാറ്റണം, ടയറൊക്കെ മാറ്റി ഇടുമ്പോൾ ട്യൂബ്ലെസ് ആക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ ആക്കി ഇടണതാണ് കുറേ കൂടി നല്ലത് കേട്ടോ. പിന്നെ ഈ സൈഡിലേക്ക് വരുമ്പോഴത്തേക്ക് നമുക്ക് അതിൻ്റെ സ്പാർക്ക് പ്ലഗും കൂടി നമ്മൾ കൂടുതലേക്ക് മാറ്റാം. എയർ ഫിൽറ്ററും പ്ലഗും കൂടിയാണ് നമുക്ക് മാറ്റേണ്ടി വരുന്നത്. മൈലേജുമായി ബന്ധപ്പെട്ട് വന്ന കേസ് പ്രത്യേകിച്ച് അത് നമുക്ക് മാറ്റിയിടണം. പിന്നെ 2023 മോഡൽ ബാറ്ററി വണ്ടിയും ഇരിക്കണേ, ആംറോണിൻ്റെ ബാറ്ററിയാണ്. ഞാൻ എൻ്റെ വോൾട്ടൊക്കെ നോക്കി 13 വോൾട്ട് വരെ കാണിക്കുന്നുണ്ട്. ലോഡ് ടെസ്റ്റ് ചെയ്യുമ്പോഴും 9.40. അപ്പോൾ നിലവിൽ ബാറ്ററിയുടെ ഭാഗത്ത് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. നമുക്ക് ഇപ്പോൾ സർവീസാണ് മെയിനായിട്ട്. സർവീസിൻ്റേതായിട്ടുള്ള ഒരു എസ്റ്റിമേറ്റ് കാര്യങ്ങളൊക്കെ ഇട്ടേക്കാം. അതിനകത്ത് നമുക്ക് ഈ പറഞ്ഞ രീതികൾ നമുക്ക് മാറ്റേണ്ടി വന്ന പാർട്സ് പറഞ്ഞപ്പോൾ സ്പീഡോമീറ്റർ റെഡിയാക്കാനുള്ളതുകൊണ്ട് കേബിളും അതിൻ്റെ ഉള്ളിൽ തന്നെ ക്രൗണ്, പിനിയൻ, മീറ്ററിനകത്ത് തന്നെ ഒരു ബൾബ്, പിന്നെ ഈ സൈഡിലേക്ക് വരുമ്പോൾ ക്ലച്ചിനകത്തേക്ക് വരുമ്പോൾ പീസർ സ്ലൈഡ് എന്നുള്ള യൂണിറ്റ്, എഞ്ചിൻ ഓയിൽ, ആ ഓയിൽ ലീക്ക് കാണിക്കുന്നതുകൊണ്ട് ഓയിൽ സീൽ ഓറിങ് നമുക്ക് മാറ്റണം. അതൊക്കെയാണ് മെയിനായിട്ടുള്ളത് കേട്ടോ. പിന്നെ വാട്ടർ സർവീസൊക്കെ ചെയ്യാനുണ്ട്. അപ്പോൾ ഞാൻ അതിൻ്റെ ഒരു എസ്റ്റിമേറ്റ് വാട്സാപ്പിലേക്ക് ഇട്ടേക്കാം. വീഡിയോ കണ്ടു കഴിയുമ്പോൾ നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇടാം. അതനുസരിച്ച് നമുക്ക് വർക്ക് കംപ്ലീറ്റ് ചെയ്യാം. ഓക്കെ.